ഒരു സൂത്രമുണ്ട്, സബ്ബാസവ സൂത്രം. അതിൽ ചില കാര്യങ്ങളെ നമ്മൾ ഭാവന ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് വീണ്ടും വീണ്ടും അഭ്യസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കളങ്കങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അതിൽ ഭോജ്യംഗം, 7 ഭോജ്യംഗത്തിലെ ആദ്യത്തെ 3 ഭോജ്യംഗങ്ങളെക്കുറിച്ച് ഇന്ന് പറയാം. സതി, ധമ്മവിജയം, വീര്യം. ഈ 3 നമ്മൾ വീണ്ടും വീണ്ടും ഭാവന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സതി എന്ന് പറയുമ്പോൾ 4 സതിപഠാനത്തെ നമുക്ക് സതി എന്ന് പറയാം. അതായത് കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ മനസ്സ് നിർത്തി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നമ്മൾ സദാസമയം വീക്ഷിച്ചിരിക്കണം. അതിനെയാണ് സതി എന്ന് പറയുക. ധമ്മവിജയം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ധർമ്മത്തിനും അതേപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന ഓരോ ധർമ്മത്തിനെയും വിജയനം ചെയ്തിട്ട് ഇതെന്താണ് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 3 നമ്മളുടെ വീര്യം, അത് നമ്മൾ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭോജ്യംഗം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഭാവന ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എത്തും.